ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും സച്ചിനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, ദേ ഇനി ഒരവകാശവും ഇതിൻ്റെ മേലെ അവക്കില്ല. കാരണം അറിയാമല്ലോ, ആ 50 ലക്ഷം രൂപ അത് കഴിഞ്ഞു. ദേ നീ എൻ്റെ ഭാര്യ എന്ന നിലയിൽ ഈ വീട് നിൻ്റെയും കൂടെ വീടാ. ഈ വീട്ടിൽ എനിക്ക് മാത്രമല്ല നിനക്കും ഉണ്ട് അവകാശവും അധികാരവും ഒക്കെ. അങ്ങനെ അവരെ വിടാൻ പാടില്ല. നിന്നോട് പറഞ്ഞതിനൊക്കെ മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അല്ല രേവതി, അയ്യോ വേണ്ട, പ്ലീസ് വേണ്ട, എൻ്റെ പേരിൽ വഴക്കുണ്ടാക്കരുത്, ഞാനല്ലേ പറയുന്നത്, ഇവിടെ ഇരിക്കുക, ദേ ഇനി ഇതും എൻ്റെ തലേ വന്ന് വീടില്ലേ, അതുകൊണ്ടാണ് പറയുന്നത്, ദയവ് ചെയ്തു പോകരുത് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിനെ പിടിച്ച് അവർ ഇരുത്തിയിട്ടോ. ഏതായാലും രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പിന്നെ പോയില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ പുള്ളിക്കാരന് നല്ല ദേഷ്യവും കലിയും ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ രേവതി വെറും നിരപരാധിയാണെന്ന് സച്ചിക്ക് അറിയാം. അപ്പോൾ പിന്നെ സച്ചി രേവതിയുടെ ഭാഗത്തല്ലേ നിൽക്കത്തുള്ളൂ. ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയാണ്. അപ്പോൾ രവീന്ദ്രൻ എവിടെയോ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറിയിട്ടോ. അപ്പോൾ ഒരു സഞ്ചിയൊക്കെ കൈ പിടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ വീട്ടിലേക്ക് വന്ന് കയറുന്നത്. അപ്പം വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴത്തേക്കും അവിടെ മൊത്തം നനഞ്ഞു കിടക്കുന്നു, വെള്ളം മൊത്തം വീണ് കിടക്കുക. ഇതെന്ത് പറ്റി വെള്ളം മൊത്തം ഇവിടെ വീണ് കിടക്കുന്നത്, വക്കറ്റൊക്കെ മറിഞ്ഞ് കിടക്കുകയാണേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയെന്ന് വിളിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ ഓടി വരികയാണ്. എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അല്ല 2-3 തവണ വിളിച്ചാലേ നീ വരത്തുള്ളൂ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും അല്ല എന്തിനാ വിളിച്ച് കിടന്ന് കൂവുന്നതെന്നല്ലേ ചോദിച്ചുള്ളൂ. ദേ നീ ഒരു കാര്യം ചെയ്യ്, ഇതങ്ങ് മേടിച്ചേ. അല്ല എന്താ ഇത് കുറച്ച് പൂക്കളും പഴങ്ങളും ഒക്കെ, അവരുടെ ശാന്തി മുഹൂർത്തമല്ലേ. ഓ അതിനെന്താ, ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി മണിയറ അലങ്കരിക്കണമായിരിക്കൂലേ. ദേ ചന്ദ്രേ, നിന്നോടാ ഇത് മേടിക്കാൻ പറഞ്ഞത്, പിന്നെ വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. ഏതായാലും ബക്കറ്റും വെള്ളവും കിടന്ന് നമ്മുടെ ചന്ദ്ര കണ്ടില്ല. ചന്ദ്ര എൻ്റെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് നിരങ്ങി പിടിച്ചൊരൊറ്റ വീഴ്ചയായിരുന്നു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചന്ദ്രയുടെ ഏട്ടപ്പാട് തീർന്നു. ചന്ദ്ര അയ്യോ എൻ്റെ ഈശ്വര, എനിക്ക് വയ്യ, എൻ്റെ കാലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ച് കരയുക. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി എത്തിയിട്ട് എന്താ പറ്റി അമ്മയെന്ന് ചോദിച്ചു. അത് മോനെ, എൻ്റെ കാല് പോയി മോനെ, എനിക്ക് വയ്യ, എനിക്ക് എണീക്കാനേ പറ്റുന്നില്ല, സഹിക്കാനേ പറ്റുന്നില്ല, അതുപോലെ വേദന എടുക്കുക, അയ്യോ എൻ്റെ നടുവും പോയി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് അല്ല ഇതെന്താ പറ്റിയത് അമ്മേ, ദേ അമ്മ വീണടാ, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, വെള്ളമെല്ലാം കൂടി ഇവിടെ കിടക്കുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്തും നമ്മുടെ സുധിയും രവീന്ദ്രനും ഒക്കെ കൂടി ചേർന്ന് ഒരു വിധത്തിൽ ചന്ദ്രനെ പൊക്കിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വന്നപ്പോഴത്തേക്ക് ഇതെന്താ ഇവരെ പൊക്കിയെടുക്കാൻ എന്നാ ഇവർ വല്ല വാട്ടർ ടാങ്ക് വേണോ എന്ന് ചോദിച്ചു. മൊത്തം വെള്ളം ഇവിടെ വീണ് കിടക്കുവാണല്ലോ എന്ന് ചോദിച്ചു. നമ്മുടെ സച്ചിക്ക് കാര്യം ഏകദേശം പിടികിട്ടി കിട്ടും. അപ്പോഴത്തേക്കും അച്ഛമ്മ വന്നിട്ട് ഇതെന്താ പറ്റിയത്, ഇതെന്താ ചന്ദ്ര വീണോ? അതെ അമ്മ ദേ ഇവിടെ വീണു എന്നിങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ സുധി പറഞ്ഞപ്പോഴത്തേക്കും ഇവളെന്താ കൊച്ചു കുഞ്ഞു വല്ലതും ആണോ, ഇവൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വന്ന് നിരങ്ങി വീഴാൻ ഇവക്കെന്താ ഒരു വെളിവുമില്ല, ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ അറിയത്തില്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു അതെങ്ങനെയാ, വെള്ളം കണ്ടില്ല, വെള്ളം കാണാത്തത് കൊണ്ടല്ലേ വെള്ളത്തിൽ തന്നെ വീണത്, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ സുധി പറയുമ്പോഴത്തേക്കും ഇവള് വീണതാണോ അതോ ഇവള് അഭിനയിക്കുന്നതാണോ, എനിക്കൊരു ചെറിയ സംശയമുണ്ട്, ഇവള് ചിലപ്പം അഭിനയിക്കുന്നതെന്ന് പറയുമ്പോൾ സുധി പറഞ്ഞു ഇതെന്താ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മ വീഴുന്നത് ഞാൻ കണ്ടതല്ലേ, ദേ വെറുതെ ഇങ്ങനെയൊന്നും പറയല്ലേ, നിൻ്റെ അമ്മയല്ലേ പൊന്നാര മോനെ, ദേ നിൻ്റെ അമ്മ ഇതല്ല, ചിലപ്പോൾ ഇതിനപ്പുറം ചെയ്തെന്നിരിക്കും, കാരണം ഇന്ന് ശാന്തി മുഹൂർത്തം നടക്കാൻ പാടില്ല എന്ന ചെറിയൊരു ഉദ്ദേശവും ദേ മോൻ്റെ അമ്മയ്ക്കുണ്ടേ. ദേ ചന്ദ്രേ, സത്യം പറ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എടി ഇത് നിൻ്റെ വെറും നാടകമല്ലേ? അയ്യോ അമ്മേ, സത്യം അമ്മേ, ദേ ഞാൻ നാടകം കളിക്കുന്നൊന്നുമല്ല, ദൈവമേ, ദേ ഞാൻ ചത്തു പോകുന്ന വേദനയാണ് എൻ്റെ കാലിന്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ, എനിക്ക് വയ്യ, എനിക്ക് കാല് നിലത്ത് കുത്താൻ പോലും വയ്യ, ദേ അമ്മേ, ദേ ഇവളാ താഴെ വെള്ളം ഒഴിച്ചത്, ദേ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേടി നീ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അയ്യോ ഞാനല്ലമ്മേ, ഞാൻ അറിയാതെ. അപ്പം നമ്മുടെ രേവതിയോട് അച്ചമ്മ ചോദിച്ചു, അല്ല വിളക്ക് വെച്ചതിന് ശേഷം തറ കഴുകാറില്ലല്ലോ ഇവിടെ, നിന്നോട് ആരാടി വിളക്ക് വെച്ചതിന് ശേഷം തറ കഴുകാൻ വേണ്ടി പറഞ്ഞത്? അപ്പോൾ സച്ചി പറഞ്ഞു അങ്ങനെ ചോദിക്ക്, ദേ ഞാൻ പറയാം അച്ചമ്മ, ഇങ്ങോട്ട് ചോദിക്കുക, ദേ ഈ അമ്മ പറഞ്ഞിട്ടാണ് ഇവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ചെയ്യുന്ന ദ്രോഹങ്ങളൊക്കെ നമുക്ക് പകുതി മടങ്ങായിട്ട് തിരിച്ചു കിട്ടുമെന്ന് പറയാറില്ലേ,
ആ അതാണിപ്പോൾ സംഭവിച്ചത്. കർമ്മഫലം ഞാനിന്ന് നേരിട്ട് കണ്ടു, അത്ര തന്നെ. അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, അല്ല സച്ചി, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛന് മനസ്സിലാവുന്നില്ലെങ്കിലും മനസ്സിലാകേണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ചന്ദ്ര ഇതൊന്നും ശ്രദ്ധിക്കാതെ ചന്ദ്ര അയ്യോ എനിക്ക് വയ്യേ, എൻ്റെ കാല് വേദന എടുക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കരയുകയാണ്. അപ്പോഴത്തേക്കും സുധി ചോദിച്ചു, അമ്മയെ ഒട്ടും വയ്യേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല മോനെ ഒട്ടും വയ്യ, എനിക്ക് വയ്യ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. ദേ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ചന്ദ്ര മേഡം, ഇതൊക്കെ കർമ്മഫലമാണ്, കർമ്മഫലം. അപ്പോൾ സുധി പറഞ്ഞു, നീ എന്തിനാടെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയ്ക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, നീ അത് കണ്ടില്ലേ? നീ എന്തിനാ വെറുതെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സച്ചിയോട് ചോദിച്ചപ്പം, അയ്യോ ഒരു പുന്നാര മോൻ വന്നേക്കുന്നു, എടാ നിനക്ക് അത്രയ്ക്ക് ഖേദം ഉണ്ടല്ലേ, നീ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രയെ പറഞ്ഞു, എടാ സുധി മോനെ, എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ സുധി പറഞ്ഞു, കരയാതെ അമ്മയെന്ന് പറഞ്ഞപ്പം, പിന്നെന്താ വേദനിച്ചിട്ട് ഞാൻ പാട്ട് പാടണോ, എന്നെ ഒന്ന് കൊണ്ടുപോടാ നീ എന്ന് പറഞ്ഞു. ഒരു വിധത്തിൽ നമ്മുടെ സുധിയും ശ്രീകാന്തും അതുപോലെ തന്നെ ചന്ദ്രയല്ല രവീന്ദ്രനും കൂടെ പൊക്കി പിടിച്ച് കാറിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സുധി പറഞ്ഞു, അതേ ശ്രദ്ധിക്കണം കേട്ടോ പോകുമ്പം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ശ്രീകാന്ത് പറഞ്ഞു, ഏയ് നീ പേടിക്കൊന്നും വേണ്ടടാ, അമ്മയ്ക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ വേറൊരു കുഴപ്പമില്ലാതെ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ, അയ്യാ ഞാൻ അമ്മേനെ ശ്രദ്ധിക്കണം എന്നല്ല പറഞ്ഞത്, എൻ്റെ കാറ് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ഓ അതായിരുന്നു എന്ന് ചോദിച്ചു. ഏതായാലും നമ്മുടെ ചന്ദ്രനെയും പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങ് പോയി കേട്ടോ. ഇവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ലല്ലോ സച്ചി, ശകുനം ശരിയല്ലെന്ന് തോന്നുന്നു. ഏതായാലും ശാന്തി മുഹൂർത്തത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, പാവം അമ്മ എന്ന് പറഞ്ഞപ്പം, എന്ത് പാവം, വെറും പാവമൊന്നുമല്ല, നിന്നെ കുറേ കഷ്ടപ്പെടുത്തിയില്ലേ, അതിനാണ് ഇങ്ങനെ വീണത്. ഓ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനൊത്തിരി വേദന കാണുമായിരിക്കും അല്ലേ? ഓ അവൾക്ക് തുടങ്ങി. ഹെടി ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്, ദൈവം കൊടുത്ത ശിക്ഷ. എന്നിട്ട് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിന്നെ അല്ലേടി ഇത്രയും ദിവസം ആ തള്ളയിട്ട് ദ്രോഹിച്ചത്, എന്നിട്ട് അതൊന്നും അറിയാതെ ആ തള്ളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേറെ പണിയില്ലേ നിനക്ക്? ഒരു പ്യാവം വന്നേക്കുന്ന ഒരു പ്യാവം അല്ല ആ തള്ള, ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോയി. അതിൽ രേവതിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ എന്താ പറയുക അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ രേവതിക്ക് മനസ്സിലൊരു വല്ലായ്മയുണ്ട്, അത് വേറൊന്നുമല്ല, താൻ കാരണമാണോ, തൻ്റെ ആ ഒരു രാശിയില്ലായ്മയാണോ എന്നൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും സച്ചി വന്നിട്ട്, എന്താ അമ്മ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, ഹേയ് അത് വേറൊന്നും അല്ല മോനെ, നിൻ്റെ അമ്മ പോയിട്ട് വന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്നതാന്ന് പറഞ്ഞു. അമ്മയൊക്കെ പോയിട്ട് വന്നോളും, എന്തിനാ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? വലുതായിട്ട് ഒന്നും പറ്റിയിട്ടില്ല, ഒരു ചെറിയ മുള്ള് ഇങ്ങനെ കാലിലൊക്കെ കയറിയാൽ പോലും നാട് മുഴുവൻ കേൾക്കുന്ന പോലെ അലറി വിളിക്കുന്ന ടൈപ്പല്ലേ എൻ്റെ അമ്മ, പിന്നെ എന്തിനാ അച്ഛമ്മ വിഷമിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചന്ദ്രനെയും കൊണ്ട് രവീന്ദ്രനും അതുപോലെ ശ്രീകാന്തും സുധിയും കൂടെ വന്നു കേട്ടോ. അങ്ങനെ രവീന്ദ്രനാണ് ആദ്യം കയറി വരുന്നത്. അപ്പോൾ പെട്ടെന്ന് അച്ഛമ്മ എണീറ്റിട്ട് പതുക്കെ അങ്ങോട്ടേക്ക് പോവാണ്. പുറകെ ചന്ദ്രയും വരുന്നുണ്ട് കേട്ടോ. സുധിയും ശ്രീകാന്തും കൂടെ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ ഇങ്ങനെ നിന്നിട്ട്, ദേ അച്ഛമ്മേ, എനിക്കിത് കാണുമ്പോഴേ ഒരു കാര്യം ഓർമ്മ വരിക, ആനന്ദ നടനം എന്നാണ് എനിക്ക് തോന്നുന്നത്. നടനം കളിച്ചു വരുന്ന പോലെ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, എൻ്റെ പൊന്ന് സച്ചി, വേദന എടുത്ത് മനുഷ്യൻ ഇവിടെ പൊളഞ്ഞു നിൽക്കുമ്പോഴേ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ദൈവം പൊറുക്കൂല എന്ന് പറഞ്ഞപ്പം, ദൈവം പൊറുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പം ഇത് കിട്ടിയത്. അല്ല ഈ കാലെല്ലാം കെട്ടി വെച്ചിരിക്കുന്നത് ബാൻഡേജ് ആണോ? ഓ അപ്പം എല്ല് പൊട്ടിയോ? അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എല്ലൊന്നും പൊട്ടിയൊന്നുമില്ല, ഒരു ചെറിയ ഉളുക്കേ ഉള്ളൂ. ഉളുക്കോ? എൻ്റെ പൊന്ന് രവിയേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. ഉളുക്കെന്നൊക്കെ പറഞ്ഞാൽ ഇത്ര വേദനയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓ ഞാനിനി കിടപ്പാകും, എനിക്ക് കട്ടിലേന്ന് എണീക്കാൻ പോലും പറ്റത്തില്ലേ എന്ന് പറയുമ്പം സച്ചു പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്ത് നമുക്ക് കല്യാണം മാറ്റി വയ്ക്കാം. അപ്പോൾ സുധിയാണെങ്കിൽ, കല്യാണം മാറ്റി വയ്ക്കാനോ? അതെന്തിനാ കല്യാണം മാറ്റി വയ്ക്കുന്നത്? എടാ നിൻ്റെ പെറ്റമ്മയല്ലേടാ, അപ്പം നിനക്ക് എങ്ങനെയാടാ ഈ കല്യാണം കഴിക്കാൻ തോന്നുന്നത്? പെറ്റമ്മ ഇങ്ങനെ ഇരിക്കുമ്പം അത് ശരിയാണോ? അത് പിന്നെ കല്യാണം അവന് കല്യാണം കഴിക്കാൻ വേണ്ടി
പൊട്ടി നിൽക്കുക എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അതിനിപ്പോൾ എന്തിനാ കല്യാണം മാറ്റി വെക്കുന്നത്? ഏയ് കല്യാണം ഒന്നും മാറ്റി വെക്കണ്ടെന്ന് പറഞ്ഞു. തള്ളയും മോനും കൊള്ളാം എന്ന മട്ടിലാണ് നമ്മുടെ സച്ചി നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, സമയം 10 മണി കഴിഞ്ഞല്ലോ, ശാന്തി മുഹൂർത്തത്തിന് നേരം കുറിച്ചത് 9:30 എന്നിങ്ങനെ പറഞ്ഞു. മാത്രമല്ല മുഹൂർത്തത്തിന് മുമ്പ് ഇവള് വീഴുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ശകുനം ശരിയല്ലെന്ന് തോന്നുന്നു രവീന്ദ്ര. അതുകൊണ്ട് ശാന്തി മുഹൂർത്തം ഇനി നടക്കുന്നു തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശാന്തി മുഹൂർത്തം മാറ്റിവെക്കാം. പിന്നെ ഒരു ജോത്സ്യനെ വിളിച്ചിട്ട് നമുക്ക് ശാന്തി മുഹൂർത്തത്തിന് നേരം കുറിക്കാം. അത് മതി. ഇനിയിപ്പം ഇന്ന് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ഒന്നും ചെയ്യാൻ പോകണ്ട എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അച്ചമ്മ പറഞ്ഞു, എന്തൊരു നാക്കാടി നിൻ്റെ. ഞാൻ വന്ന് കയറിയപ്പോൾ മുതൽ അത് നടക്കല്ലേ എന്ന് തന്നെ പറഞ്ഞിട്ട് അത് തന്നെ സംഭവിച്ചല്ലോ. അത് പിന്നെ ഞാൻ പറഞ്ഞത് ദൈവത്തിനും തോന്നി, അതാ നടക്കാതെ പോയത്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പേരൊന്നും ഇവിടെ വലിച്ചടച്ചിടുകയൊന്നും വേണ്ട. നീ എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഏതായാലും സുധിയുടെ വിവാഹം കഴിയട്ടെ, അതിനുശേഷം ശാന്തി മുഹൂർത്തത്തിന് നേരം കുറിക്കാം. ചിലപ്പം അത് തന്നെ ആയിരിക്കും നല്ലത്. അവക്ക് വീഴാൻ കണ്ടൊരു സമയം. എന്തിനാ എന്നെ പറയുന്നത്? ഇവള് തറയിൽ വെള്ളം ഒഴിച്ചുകൊണ്ടല്ലേ ഞാൻ വീണത്. അപ്പോൾ സച്ചി പറഞ്ഞു, അതേ ഇവളല്ല, ഞാനാ വെള്ളം ഒഴിച്ചത്. ബക്കറ്റിലിരുന്ന വെള്ളം തറയിലേ ഒഴിച്ചത്. രേവതിയോട് എന്തിനാ ഇവർ തറ തുടയ്ക്കാൻ പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്നിട്ട് സച്ചി പറഞ്ഞു, ഇവളുടെ അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഇവിടെ വന്നില്ലേ, അതുകൊണ്ട് ഈ വീട് അശുദ്ധമായി പോയെന്നും അതുകൊണ്ട് ഇവിടെ തുടച്ച് വൃത്തിയാക്കണമെന്നും പറഞ്ഞു. അതുകൊണ്ടാ ഇവൾ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ അച്ഛമ്മ, എടി മഹാപാവി, നീ കൊള്ളാലോടി, നീ വെറും വിഷമാണല്ലേ. എടി നിൻ്റെ മനസ്സിൽ ഇത്രയും ഒക്കെ ചീഞ്ഞ കാര്യങ്ങളായിരുന്നോടി ഇരുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഏടത്തിക്ക് അത് വിഷമാവില്ലേ? അത് പിന്നെ ഞാൻ മറ്റൊന്നും വിചാരിച്ചു പറഞ്ഞതല്ല, സാധാരണ പോലെ പറഞ്ഞതാ. ഞാനൊന്ന് പറഞ്ഞത് ഇവള് 10 ഇരട്ടിയാക്കിയതാ. അപ്പോൾ സച്ചി പറഞ്ഞു, 1, 2, 10 ഏതായാലും പറഞ്ഞത് സത്യമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചമ്മ പറഞ്ഞു, നീ എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. എന്തിനാ മോളെ നീ ഇവള് പറഞ്ഞ ഉടനെ വെള്ളവും ബക്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങിയത്? നിൻ്റെ വീട്ടുകാർ ഇവിടെ വന്നപ്പോഴേ ഇവിടെ അശുദ്ധമാവുകയല്ല ചെയ്തത്, ഐശ്വര്യമായിട്ട് മാറുക ചെയ്തത്. കാരണമേ മോൾ ഈ വീടിൻ്റെ മഹാലക്ഷ്മി. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതേ തെറ്റായിപ്പോയി. ഇതറിയായിരുന്നെങ്കിൽ ഇവളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവില്ലായിരുന്നു. ഇവളെ ഇവിടെ തന്നെ ഇരുത്തണമായിരുന്നു. അപ്പോൾ അച്ചമ്മ പറഞ്ഞു, മക്കൾക്ക് നടക്കേണ്ട നല്ല കാര്യമോ ചന്ദ്രേ നീ മുടക്കിയിരിക്കുന്നത്. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അച്ചമ്മ കാലുതുള്ളി അകത്തേക്ക് അങ്ങ് പോയി. രേവതിനെ വിളിച്ചുകൊണ്ടങ്ങ് പോയിട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് രേവതിനെ സങ്കടപ്പെടുത്തരുതെന്ന്. ഇനി നീ ഇത് ആവർത്തിക്കരുത്, എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇങ്ങനെയല്ലായിരിക്കും ഞാൻ പ്രതികരിക്കുന്നത്. അപ്പോൾ സച്ചി പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ തലയിൽ തൊട്ടാണ് ഇവ സത്യം ചെയ്തത് 50 ലക്ഷം രൂപ തരാമെന്ന്. അത് ഇതുവരെ തന്നിട്ടുമില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതൊരു സൂചന മാത്രമായിരിക്കും. ഇനിയിപ്പോൾ അടുത്തത് എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്? എന്താണെങ്കിലും ഉണ്ടല്ലോ, എൻ്റെ ചന്ദ്ര മേഡം പ്രതീക്ഷിച്ചിരുന്നോ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് ഇരുന്ന നമ്മുടെ ശ്രീകാന്തും അങ്ങ് പോയിട്ടോ. കാരണം ദേഷ്യം വന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വന്നു നമ്മുടെ ശ്രീകാന്തിനൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുധി, എൻ്റെ അമ്മേ, ഇനി എന്താ ചെയ്യുന്നത്? എല്ലാവരും അങ്ങ് പോയല്ലോ, ഇനി നമ്മൾ എങ്ങനെയാണ് റൂമിലേക്ക് പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, ഏതായാലും എല്ലാവരും പോകുകയാണെങ്കിൽ പോട്ടെ, അതൊന്നും സാരില്ലടാ. ഏതായാലും അവളുടെ ശാന്തി മുഹൂർത്തം നടന്നില്ലല്ലോ, അത് മതി എനിക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, അല്ല ഇതൊക്കെ അമ്മ കരുതിക്കൂട്ടി ചെയ്തതാണോ? കരുതിക്കൂട്ടിയൊന്നും ചെയ്തതല്ലടാ. കരുതിക്കൂട്ടി ആരെങ്കിലും വക്കറ്റ് മറിഞ്ഞു കിടന്ന വെള്ളത്തിൽ തെന്നി വീഴുവോ? ഇല്ലല്ലോ. വീണത് തന്നെയാ. പക്ഷേ എന്തോ ഇത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ലേ? നിൻ്റെയും ശ്രുതിയുടെയും ചടങ്ങ് ആദ്യം നടക്കണം. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രം മതി. നിങ്ങൾക്ക് 2 പേർക്കും ഒരു നല്ല ഐശ്വര്യമുള്ള കുട്ടി ഒരെണ്ണം ഉണ്ടാവണം. അതാ അമ്മയുടെ ആഗ്രഹം. ആ കുട്ടി ആയിരിക്കണം ഈ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടി എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മേനെയും കുട്ടീനെയാണ്. അപ്പം ശ്രുതിയുടെ കുട്ടീനെ ഇങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ആര് ശ്രുതിയുടെ അമ്മ. അപ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ അനിയത്തി വന്നത്. അപ്പോൾ ശ്രുതിയുടെ അമ്മയുടെ അനിയത്തി വന്നതും ഈ കുട്ടി ഓടി ചെന്നിട്ട് ഹായ് ഇതാരാ വന്നേക്കുന്നത്, അമ്മൂമ്മയാണല്ലോ വന്നേക്കുന്നത്, ഇത് എപ്പോഴാണ് അമ്മൂമ്മ ഇങ്ങോട്ട് വന്നത്, എന്താ അമ്മൂമ്മ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ച് വലിയ സന്തോഷത്തോടു കൂടി തന്നെ പോയി കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. കുട്ടികളാണല്ലോ, വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു നീ ഇരിക്കടി, ഞാനിരുന്നോളാം. അല്ല ആദിക്കുട്ടി സ്കൂളിൽ പോവാണോ? അത് ഞാൻ സ്കൂളിൽ പോകുന്നില്ല, ഇന്ന് അമ്മൂമ്മ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, നമുക്കൊരുമിച്ച് കളിക്കാം. മോനെ മര്യാദയ്ക്ക് സ്കൂളിൽ പോകാൻ നോക്കിക്കോ, ഞാൻ ഇന്നിവിടെ ഫുൾ ടൈം ഉണ്ട്, അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യുക, സ്കൂളിൽ പോക്കോ, സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് കളിക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ എന്നാൽ ഞാനിന്ന് സ്കൂളിൽ പോകാമേ എന്നും പറഞ്ഞുകൊണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ആ മാനേജർ വെളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ശ്രുതിയുടെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ടുണ്ട്. ഏതായാലും പുള്ളിക്കാരൻ ഇതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുകയാണ്. പക്ഷെ പുള്ളിക്കാരൻ ഇവർ പറയുന്നൊന്നും കാര്യമായിട്ട് കേൾക്കുന്നൊന്നുമില്ല. പതിയെ ഇങ്ങനെ വരികയാണ്, മുറ്റത്തൂടെയൊക്കെ നടന്ന് ഇവിടെ എന്താ കാര്യം എന്ന് അറിയണമല്ലോ, എന്താണ് സംഭവം, എന്താണ് കല്യാണി എന്ന പേര്, യഥാർത്ഥ പേര് നമ്മുടെ ശ്രുതി പറയാത്തതെന്നൊക്കെ അറിയണം. അപ്പോൾ അതുകൊണ്ട് പതുങ്ങി അതിലിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വേറെ ഒന്നുമല്ല ചോദിക്കുന്നത്, ആ പുള്ളിക്കാരിയുടെ അതായത് ശ്രുതിയുടെ അമ്മയുടെ അനിയത്തി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്, ശ്രുതിനെ കണ്ടോ, പൈസയൊക്കെ കൊടുത്തോ, കല്യാണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുകയാണ് അതെ നമുക്ക് കല്യാണത്തിന് പോകണ്ടെന്ന് പറഞ്ഞപ്പം കല്യാണത്തിന് പോകണ്ടെന്നോ, അതെന്താ അങ്ങനെ ശ്രുതി പറഞ്ഞോ? അതെ അവൾ പറഞ്ഞു. നമ്മൾ എന്ത് തെറ്റാ ചെയ്തത് അതിനെ കല്യാണത്തിന് പോകണ്ടെന്നൊക്കെ പറയാനായിട്ട്? അത് വേറൊന്നുമല്ല, നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞത് ചെല്ലണ്ടെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, കല്യാണം നടക്കില്ല എന്ന ചെറിയ പേടിയുണ്ട്. അവൾ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലെന്നോ? ഈ ഒരു വിഷയം എത്ര നാൾ മറച്ചു വെക്കാൻ പറ്റും? ഞാൻ പല തവണ പറഞ്ഞതാ, അവൾ കേൾക്കണ്ടേ, അവളിത് മറച്ചു വെക്കുന്നു തന്നെയാണ് പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ആ പുള്ളിക്കാരൻ വന്നിട്ട് അതിലേക്കൂടി ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്, കയ്യിലൊരു ഫയലും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദി റെഡി ആയി കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് ആദി പറഞ്ഞു അമ്മൂമ്മ പോകാമെന്ന് പറഞ്ഞിട്ട് ആദി അമ്മൂമ്മ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ അനിയത്തി അവിടെ ഉള്ളൂ. അപ്പോഴത്തേക്കും പെട്ടെന്ന് അയാൾ കയറി വന്നിട്ട് ഞാൻ സെൻസസ് എടുക്കാൻ വന്നതാണ്, അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഇവിടെ എണ്ണം എത്രയുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ശ്രുതിയുടെ പേരല്ല കല്യാണി എന്നിങ്ങനെ തന്നെയാണ് പറയുന്നത്, കല്യാണി. പിന്നെ ഉള്ളത് കല്യാണിയുടെ മകൻ എന്ന് പറയാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് മാറ്റി പറഞ്ഞു സോറി അത് കല്യാണിയുടെ ബ്രദറിൻ്റെ മകനാന്ന് പറഞ്ഞു. ആണോ എന്ന് ചോദിച്ചിട്ട് ഇയാൾ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇയാൾക്കൊരു ചെറിയ സംശയം തോന്നിയിട്ട് ഇയാൾ എന്താ ചെയ്തത്, തൊട്ടടുത്ത വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരെല്ലാം പറയുകയാണ് അത് കല്യാണി എന്നാണ് പേര്, കല്യാണി ഇപ്പോൾ ഇവിടെ അല്ല ജോലി ചെയ്യുന്നത്, പുറത്താണ് ജോലി ചെയ്യുന്നത്, വേറെ ഏതോ ഒരു പട്ടണത്തിലാണ് ജോലി ചെയ്യുന്നത്, ചെന്നൈയിലല്ല എവിടെയോ ആണ് ജോലി ചെയ്യുന്നത്, തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ കുട്ടി വേറെ ആരുടെയല്ല, അത് കല്യാണിയുടെ കുട്ടി തന്നെയാണ് എന്നിങ്ങനെ പറയുക. കല്യാണിയുടെ ഹസ്ബൻഡ് മരിച്ചും പോയി എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന നമ്മുടെ മാനേജറുടെ പേര് പറയുന്നില്ല കേട്ടോ, അതാണ് ഞാനും പറയാത്തത്. പുള്ളിക്കാരൻ്റെ പേര് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പുതിയ വിശേഷത്തിനായിട്ട്. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.